ലൈവിലിപ്പോൾ സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. മറ്റാർക്കല്ല, അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന റിയാസിനെയാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ചെറിയൊരു പണിയും കൂടെ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഏഴിൻ്റെ പണിയിലെ വീക്ക്ലി ടാസ്കിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഗസ്റ്റായി വന്ന റിയാസിന് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും ഏഴിൻ്റെ പണിയുമായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. റിയാസിനുള്ള പണി ആദ്യം പറയാം. റിയാസിന് ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ടാസ്ക് ലെറ്ററും റിയാസിൻ്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ടാസ്ക് ലെറ്റർ റിയാസ് ആരും കാണാതെ തന്നെ കയ്യിൽ കീപ്പ് ചെയ്യണം. ഇത് സീക്രട്ട് ടാസ്ക് ആണ്, ആരോടും പറയാനും പാടില്ല. ഇതാണ് റിയാസിനുള്ള പണി. ഇനി കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പണി എന്താന്ന് നോക്കാം. ആരിനെയും ജിസേലിനെയും അനുമോളെയും ഇവർ 3 പേരെയും ഒരുമിച്ച് നിർത്തിയിട്ട് സ്റ്റോർ റൂമിൻ്റെ അടുത്തുള്ള ക്യാമറയുടെ മുന്നിൽ വന്ന് ഒരു ഫോട്ടോ എടുപ്പിക്കണം. ഇതാണ് ആദ്യത്തെ പണി. ഇതാണ് ഒരു ടാസ്ക്. മറ്റൊരു ടാസ്ക് ഷാനവാസിനോട് അനീഷിനെ കൊണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം. അതൊരു രസകരമായിട്ടുള്ളൊരു ടാസ്ക് അല്ലേ. മറ്റൊന്ന് 5 പേരെ കൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ 5 പേര്, അത് ആരും ആയിക്കോട്ടെ, ഈ 5 പേരെ കൊണ്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ട് പാടിപ്പിക്കണം. ഇത് നാളത്തെ വേക്കപ്പ് സോങ്ങിന് മുമ്പായി തന്നെ റിയാസ് അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് റിയാസിന് കൊടുത്തിരിക്കുന്ന ടാസ്ക്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പനിഷ്മെൻ്റ് ഉണ്ടാവും. പനിഷ്മെൻറ്റ് റിയാസിനല്ല, കുടുംബാംഗങ്ങൾക്കാണ് ഉണ്ടാവുന്നത്. കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു എന്തൊക്കെയോ ഒരു സർപ്രൈസും ബിഗ് ബോസ് കാത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് BB ഹോട്ടൽ എന്ന ടാസ്കിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോൾ ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്ന പണി. രസകരമായിട്ടുള്ളൊരു പണിയാണ്. രസകരമായിട്ട് ചെയ്യാനും സാധിക്കും. അത് റിയാസ് ചോദിക്കുന്നുണ്ട്, ഇത് എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക് അല്ലേ, എനിക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന്. റിയാസിന് വേണമെങ്കിൽ ഇവർക്ക് പനിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാം. എന്നാൽ അതങ്ങനെ ചെയ്യരുത്. ടാസ്ക് കൊടുത്തത് ടാസ്ക്കായിട്ട് തന്നെ ചെയ്യണമെന്ന് ബിഗ് ബോസ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിയാസ് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ കൊടുക്കാമെന്ന്. മിക്കവാറും കുടുംബാംഗങ്ങൾക്ക് പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അനീഷിനെ കൊണ്ട് ഐ ലവ് യു എന്ന് ഷാനവാസിനോട് പറയിപ്പിച്ചേക്കാം. 5 കുടുംബാംഗങ്ങളെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചേക്കാം. എന്നാൽ ജിസേലിനെയും ആരിനെയും അനുമോളെ ഒന്നിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാക്കും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.